തൗഹീദൊക്കെ ഉണ്ട്, സുന്നത്തൊക്കെ ഉണ്ട്, ഞാൻ ഒന്നിക്കില്ല, ഞാനും സംഘടനയിലും ഇല്ല. ചില മനുഷ്യന്മാരങ്ങനെ ഇതൊക്കെ പാകം 2-3 വിഭാഗക്കായി ഞാനിനി ഒന്നിക്കില്ല, ഞാൻ അങ്ങനെ നിസ്കരിക്കും, നോമ്പ് വയ്ക്കും, തൗഹീദനുസരിച്ച് ജീവിച്ചു പോകും. നബി തങ്ങൾ പറഞ്ഞ താക്കീത് ഒറ്റപ്പെട്ടവരെ ചെന്നായ പിടിക്കും. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. വഅ്തസിമു ബിഹബ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബ്ലിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ. ഖുർആനും സുന്നത്തുമാകുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കണേ. അത് മാത്രമല്ല പറഞ്ഞ പിന്നെയോ ജമീഅ, വഅ്തസിമു ബിഹബ്ലില്ലാഹ് എന്ന് മാത്രമല്ല ജമീഅ, എല്ലാവരും ഒന്നിച്ചു പിടിക്കണേ. എല്ലാവരും ഒന്നിച്ച്. ആ ആയത്തിലെ വ്യാഖ്യാനത്തിൽ ഇമാം തൊബരിയും ഇമാം ഖുർത്തുബിയും ഇമാം ഇബ്നു കസീറും എല്ലാവരും പഠിപ്പിച്ച ആശയമാണ്, എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. മുസ്ലിം ജമാഅത്ത്, മുസ്ലിമീങ്ങൾ ഒന്നിച്ചാണ് നിൽക്കേണ്ടത്, ഒറ്റപ്പെട്ടു പോയവനെ ചെന്നായ പിടിക്കുന്ന. നബി തങ്ങൾ ആ ഹദീസിൽ പറഞ്ഞു, ഒറ്റപ്പെട്ടവനെ ചെന്നായ പിടിക്കും. വഹുവ മിനൽ ഇസ്നൈനി അബ്അദ്, രണ്ടാളൊപ്പം കൂടിയാൽ പോലും ശൈത്താൻ അകലെ നിൽക്കുന്ന. ഒറ്റക്കാണോ ശൈത്താനെ പിടിക്കും, രണ്ടാളൊപ്പം നിന്നോ കുറച്ചും കൂടി ഒരു സുരക്ഷ ഉണ്ടാകും. 3 ആളായോ സുരക്ഷ കൂടും, 4 ആളായോ സുരക്ഷ കൂടും. ആട് കൂടും തോറും സുരക്ഷ കൂടും. സംഘടനക്ക് കുഴപ്പമൊന്നുമില്ല. സംഘടന കുഴപ്പമുണ്ടാവൂലേ? കുഴപ്പമുണ്ടാക്കിയുണ്ടാവും. അത് പരി കുഴപ്പമുണ്ടാവൂലേ? അതുകൊണ്ട് ആരെയും പല വിളിച്ചു പോയല്ലോ. പരി കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഇനി വീട് വേണ്ട എന്ന് പറയോ? കുടുംബജീവിതത്തിൽ പ്രശ്നമാണ്, അവിടെ കുടുംബജീവിതം വേണ്ട, ദാമ്പത്യം വേണ്ട എന്ന് പറയോ? മക്കളൊക്കെ ആകെ പ്രശ്നമാണ്, ഇനി മക്കൾ വേണ്ട എന്ന് പറയോ? അതില്ലല്ലോ. ആ പ്രശ്നം പരിഹരിക്കാനുള്ള പണി ചെയ്യണം. സംവിധാനത്തിനല്ല പ്രശ്നം, കൈകാര്യം ചെയ്യുന്ന മനുഷ്യന്മാർക്ക് കുഴപ്പം. അത് സംഘടന ഇല്ലെങ്കിലും കുഴപ്പമുണ്ടാകും, സംഘടന ഉണ്ടെങ്കിലും കുഴപ്പമുണ്ടാകും. സംഘടന ഉള്ളതുകൊണ്ട് മാത്രമേ കുഴപ്പമുണ്ടോ? അങ്ങനെ കുഴപ്പമില്ല. എന്നാൽ സംഘടന മെമ്പർഷിപ്പ് എടുത്താൽ സ്വർഗത്ത് പോകുന്ന ഉറപ്പുണ്ടോ? ഒരു ഉറപ്പില്ല. ഖുർആനും സുന്നത്തും പ്രകാരം ജീവിക്കണം, ശരിയായ അഖീദ സ്വീകരിക്കണം, ശരിയായ മനഹജ് പ്രകാരം ജീവിക്കണം. എന്നാലേ കാര്യമുള്ളൂ. അതിനൊന്നും തയ്യാറല്ല, ഞാൻ സംഘടന നിന്നോളാം, ഒരു കാര്യമില്ല, അവൻ അവിടെ വെക്കാന്നല്ലാതെ വേറെ കാര്യമില്ല. സംഘടന ദീനിൻ്റെ അവസാന വാക്കല്ല, അത് ദീനി പ്രചരിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ്. ഈ സമ്മേളനം ഉണ്ടായത് എങ്ങനെ? സംഘടന ഉണ്ടായതുകൊണ്ടാണ്. അല്ല ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തരക്കടി ചിലപ്പോൾ പ്രസംഗിച്ചാലോ തോന്നി, നിങ്ങൾ കണ്ട് വരി എന്ന് പറഞ്ഞു, അങ്ങനെയാണോ പ്രസംഗം ഉണ്ടായത്? അല്ല. ഇതാണ് സംഘടനയുടെ ഗുണം. ഇനി അതുകൊണ്ട് ഒരുത്തൻ നേതാവായി, ഒരുത്തൻ പ്രസിഡന്റായി, സെക്രട്ടറി ആയി, ഓന് വലിയ കിബറും വലിയ വലിപ്പത്തരം വന്നാൽ ഓന് പോയി എന്നല്ലാതെ വേറെന്താ ഉള്ളത്? ഇതിനൊരു ഭാരവാഹിയായിട്ട് ഒരുത്തൻ തോന്നുക, ഞാൻ വലിയ ആളാണ്, എനിക്ക് വലിയ കിട്ടലാണ്, ഞാൻ ഇതിന് വലിയ നേതാവ് തോന്നിയാൽ അയാൾ കഴിഞ്ഞു. അല്ലാതൊന്നുമില്ല. അവിടെ സംഘടന കുഴപ്പമൊന്നുമില്ല.